ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമുക്ക് ടെസ്റ്റ് വർക്കും അതേപോലെ തന്നെ ജനറലായിട്ടുള്ള സർവീസ് അത്യാവശ്യം കുറച്ച് വർക്കുകളുണ്ട് നമുക്ക്. അപ്പോൾ ടെസ്റ്റ് വർക്ക് വിത്ത് പെയിൻറ്റിങ് അടക്കം നമുക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ്. അപ്പോൾ നമ്മൾ ബോഡി പാർട്സുകൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഫസ്റ്റ് തന്നെ അഴിച്ച് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളുണ്ട്. അത് ഈ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ വെൽഡിംഗ് ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് റെഗുലറായിട്ടുള്ള നമ്മുടെ സർവീസിൻ്റെ വർക്കുകളും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യാനുണ്ട്. അതേപോലെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് ഒക്കെ ഓൾറെഡി പോയി കിടക്കണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ സർവീസിൽ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ടെസ്റ്റിന് വരുമ്പോൾ കൂട്ടത്തിൽ ചെയ്തു പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഇതാണ് ആ ഷാഫ്റ്റ് തന്നെ കേട്ടോ. അത്യാവശ്യം തേയ്മാനം നിലവിലുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഈ ബെയറിങ്ങിൻ്റെ ഭാഗം, ഈ ബെയറിങ് ശരിക്കും കംപ്ലയിൻ്റ് ആണ്, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അതിൻ്റെ പെയർ ബെയറിംഗ് ആയിട്ട് വന്നതാണ് ഈ ബെയറിങ്. അതേപോലെ തന്നെ ഇതിന് ഗിയർ ബോക്സിൽ വരുന്ന എല്ലാ ബെയറിങ്ങും തന്നെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ ബെയറിങ്, ഈ ഷാഫ്റ്റിൻ്റെ 2 ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഗിയർ ഫൈനൽ ഡ്രൈവിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 4 ബെയറിങ് നമുക്ക് എന്തെങ്കിലും മാറണം. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ പിനിയൻ്റെ ബെയറിങ് കൂടി മാറ്റിയിടാം. ഈ 2 ബെയറിങ്ങും കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടാം. അപ്പോൾ പിന്നെ നമ്മുടെ ആ വർക്ക് അവിടെ അങ്ങോട്ട് തീർന്നു പോകും. പിന്നെ നമുക്ക് ജനറലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനുണ്ട്. ഗിയർ ബോക്സ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ, ഗിയർ ഓയിൽ, ഗ്യാസ്കറ്റ് അടക്കം ഫുള്ളായിട്ട് നമുക്കത് ചെയ്തു പോവാം. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് പുതിയത് മാറ്റിയിടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. കാരണം ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളും കൂടി എടുക്കേണ്ടതായിട്ടുണ്ട്. പൊല്യൂഷനൊക്കെ അത്യാവശ്യം, എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറിയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗത്തൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ 2 കേസിലും വന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് ഇല്ല നമുക്ക്. പക്ഷേ നമുക്ക് ഈ കുറച്ച് ദിവസം നമ്മൾ വണ്ടി ഉപയോഗിക്കാണ്ട് വെക്കേണ്ടതായിട്ട് വരും. വണ്ടി പെയിൻറ്റിങ്ങിന് കയറുമ്പോൾ എന്തെങ്കിലും ഒരാഴ്ച മുകളിൽ നമുക്ക് അതിന് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ പോകും. 8-10 ദിവസം എന്തെങ്കിലും പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഞാൻ കാർബറേറ്ററിൻ്റെ അടിയിലുള്ള പെട്രോൾ ഊറ്റി കളഞ്ഞതിന് ശേഷമൊക്കെ കൊടുക്കാം. പക്ഷേ എന്നാൽ പോലും ചില കേസിൽ ഓവർഫ്ലോൻ്റെ പ്രോബ്ലംസ് കാണിക്കാറുണ്ട്. ഒന്നാമത് നമ്മുടെ വണ്ടി അത്യാവശ്യം കാർബറേറ്ററൊക്കെ പഴക്കമായിട്ടുണ്ട്, 15 വർഷം ആയാണ്. അപ്പോൾ പിന്നെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടി വരാനുള്ളൊരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് ചെയ്യാം. ബാക്കിയത്തെ അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എപ്പോഴേലും കംപ്ലയിൻറ്റ് കാണിക്കണ കൂട്ടത്തിൽ കൂടെ ചെയ്താലും മതി. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ കുഷ്യൻ്റെ ഓയിൽ സീലൊക്കെ കംപ്ലയിൻറ്റ്, അതായത് ഈ കുഷ്യൻ ലീക്കായിട്ട് ഓയിൽ പുറത്തു വന്നു കാണും കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ചെയ്യണമെന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണമാണ്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ പിന്നെ സർവീസിന് കയറ്റും ആ കൂട്ടത്തിൽ ചെയ്താലും മതി. തൽക്കാലം നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ, അതായത് ബാക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന ഗിയർ ബോക്സിനകത്ത് വരുന്ന ബെയറിങ്ങൾ, അതെല്ലാം നമുക്ക് തൽക്കാലം മാറ്റിവിടാം. കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് താമസം വേണ്ട പണിയാണ്. മറ്റേ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് അറിഞ്ഞിരിക്കാതെ ഇവിടെ ഷോക്കൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പിന്നീട് കുറേ കൂടി ഓടിയതിന് ശേഷം നമുക്ക് സർവീസിനായിട്ട് വണ്ടി കയറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റി കളഞ്ഞാൽ മതി. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് മാറ്റുമ്പോൾ നമുക്ക് അതിന് എമൗണ്ട് തന്നെ കയറി വരുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് എന്തായാലും നമുക്ക് ഈ മെയിൻ്റനൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ചേസിൻ്റെ ഭാഗം പെയിൻറ്റിങ്ങിലേക്ക് പോകുള്ളൂ. ബോഡി പാർട്സുകളൊക്കെ ഓൾറെഡി പെയിൻറ്റിങ്ങിലാണ്. ഇപ്പോൾ ചേസിൻ്റെ ഭാഗം ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്ക് വിടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.